വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. രാവിലെ തന്നെ ഈ ആതിൽ കുളിച്ചും കൊണ്ട് പുതപ്പ് കൊടുത്തും കൊണ്ട് തുണി എടുക്കുന്ന കണ്ടില്ലേ. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത ബന്ധുവിൻ്റെ. അപ്പോൾ ഇന്നലെ പോകേണ്ട കല്യാണമായിരുന്നു. പക്ഷേ ഇന്നലെ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് പോകാൻ പറ്റിയില്ല, തടസ്സം നേരിട്ടു. അങ്ങനെ തകൃതിയായിട്ട് ഒരുങ്ങിക്കൊണ്ട് നിന്നപ്പോഴാണ് മേ എന്നും പറഞ്ഞുകൊണ്ട് പുറകിൽ നിന്നൊരു വിളി. തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മോൻ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അവനൊന്ന് വീഡിയോ എടുത്തോട്ടെന്ന് ഞാനും അങ്ങ് കരുതി. അങ്ങനെ ഒരുങ്ങിയെല്ലാം ഇറങ്ങി. കൊള്ളാമോ എൻ്റെ ഡ്രസ്സ്? അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചുള്ളിമാനൂരോട്ട് വിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചുള്ളിമാനൂർ വെച്ചിട്ടാണ് കല്യാണം. പെൺകുട്ടി കുമ്മിയിലുള്ളതാണെങ്കിൽ പയ്യൻ ചുള്ളിമാനൂരുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കല്യാണം. സാഫ് കൺവെൻഷൻ സെൻറ്റർ എന്നാണ് പേര് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുഴപ്പമില്ല, അങ്ങോട്ട് നനഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം നിരനിരയായി വരിവരിയായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ പെൺകുട്ടിയെ പല്ലക്കിൽ കയറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അമ്മൂനെ കണ്ടു. അമ്മു എന്ന് പറയുന്നത് ഇക്കാട ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇക്കാട കൊച്ചുമ്മയുടെ മോളാണ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ട വെപ്രാളത്തിൽ അവൾ നീ എപ്പോൾ എത്തി എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇത് ഇക്കാട കൊച്ചുമ്മയുടെ മോളെ മക്കളുകളാണ്. അപ്പോൾ ഇവരൊക്കെ വലുതായി കേട്ടോ. ഇനി ഇവരുടെയൊക്കെ കല്യാണങ്ങളാണ്. ഇതാണ് പെൺകുട്ടിയുടെ ഉമ്മ. പിന്നെ ഈ സഹോദരങ്ങളെല്ലാം കുറേ കൊച്ചുമ്മമാരും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അവരുടെയൊക്കെ മക്കളുകളാണ്. അപ്പോൾ ഒത്തിരി സഹോദരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇതുപോലത്തെ മക്കളുകളുണ്ട് കേട്ടോ. അപ്പോൾ പെൺകുട്ടി ഇതാ നല്ല അടിപൊളിയായിട്ട് തയ്യാറായി നിൽപ്പുണ്ട്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് അവളുടെ മുറച്ചെറുക്കൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടും നമ്മുടെ ബന്ധുക്കളാണ്. പിന്നെ ഈ പയ്യന്മാർ നമ്മളോട് പറയുകയാണ് കേട്ടോ, നിങ്ങളൊക്കെ തലമുടി നരയ്ക്കാറായവരെ എല്ലാം പുറകിലോട്ട് പൊയ്ക്കോ, നമ്മൾ കൊച്ചു പിള്ളേർക്ക് മാത്രമേ ഫ്രണ്ടിലോട്ട് പ്രവേശനമുള്ളൂ, മാമിമാരെല്ലാം പുറകിൽ നിന്നാൽ മതിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മുടി നരച്ച് തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ എന്താ ഇവിടെ തന്നെ നിന്ന് വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നെ ഈ ഡാൻസും ഫ്രണ്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഈ ഡാൻസൊക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരെ ക്യാമറയും പിടിച്ച് അങ്ങ് പോയേനെ. അപ്പോൾ അതൊക്കെ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അവർ പല്ലക്കം കൊണ്ട് മുമ്പോട്ട് സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുതുമകളൊക്കെ ഏറി വന്നതുകൊണ്ട് തന്നെ പെൺകുട്ടി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും പയ്യനാണെങ്കിൽ ആ മുഖത്ത് കിടക്കുന്ന തട്ട ഒന്ന് മാറ്റി നോക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ, ആദ്യമായിട്ട് കാണുന്നത് പോലെ. അപ്പോൾ അതിൻ്റെ ബഹളമാണ് ബാക്കി. പിന്നെ അവിടെ പാടാനായിട്ടൊക്കെ ആളുകളെയൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മുഖം കാണാൻ പറ്റിയില്ലെങ്കിൽ ആ വാൾ ടി വിയിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് കല്യാണത്തിന് നമ്മുടെ സുമയ്യാക്കും ചേട്ടത്തിക്കും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. സുമയ്യാക്ക് ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും വന്നിട്ടില്ല. പകരം വലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉഗ്ര സൗണ്ട് ആയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അവിടെ താലിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിറച്ച് ഫോട്ടോഗ്രാഫർമാരും ബന്ധുക്കളും ചുറ്റിന് നിൽക്കുന്നുണ്ട് തന്നെ പെണ്ണിനെയും ചെറുക്കനെയും ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ ഈ വാൾ ടി വി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൊള്ളാം, അത് കാണാൻ നല്ല എളുപ്പമുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ചേട്ടത്തിയുടെ സഹോദരിമാരും അവരുടെ ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടു. ഇതാ വലിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ പോയിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മാമ ഉണ്ടായിരുന്നു. അങ്ങനെ മാമായെയൊക്കെ കണ്ടു. കുറേ നേരം അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന്. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പോയപ്പോഴത്തേക്കും നമ്മുടെ ഇതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തോട്ട് ഇതാ ഇവിടെ വീഡിയോ എടുക്കാൻ ഭംഗിക്ക് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലാണേ ഫുഡ്, നമ്മൾ ആഹാരം കഴിക്കാൻ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ചാട്ടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഇവിടെ വന്നാൽ മിണ്ടാതെ അങ്ങ് നിന്നോളും. ഇക്കാടെ ഉമ്മക്ക് ഒരുപാട് സഹോദരങ്ങളും മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശമുള്ള എല്ലാവരും കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇർഫാൻ അവസരം കൂടെ വിശക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വരികയാണ്. അങ്ങനെ അവന്മാർ കഴിക്കാനായിട്ട് നേരെ കയറി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അമ്മും നദീറേത്തായി ഒരേ മോഡൽ ചുരിദാർ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുകയാണ് മാമിയും മരുമോളും കൂടി. പിന്നെ സജീനേത്തായെ കണ്ടു, മുകളിലത്തെ സുമയായെ കണ്ട്. സുമയൊക്കെ നാണം വരുന്ന അവളങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാക്കാക്ക് താറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അതും എടുത്തിട്ട് ഡാൻസ് കാണാം.
എല്ലാവരും കൂടി കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ വിശപ്പിൻ്റെ വിളി അറിഞ്ഞതേ ഇല്ല കേട്ടോ. വലിയവർക്ക് വിശന്നില്ലെങ്കിലും കുഞ്ഞുമക്കൾക്ക് വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം നസീറേത്തയും ബാത്തുഷാക്കയും കൊച്ചും കൂടി ഒരു സൈഡിലിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ വേറൊരു ടേബിളിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് കയറിയത്. അപ്പോൾ ഹസീനയും കൊച്ചും വന്ന് ഞങ്ങളുടെ അടുത്തിരുന്നു. ഞാനാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല തണ്ണിമത്തനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സനുജാത്തരം മക്കൾ അവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവളുമാരടുത്ത് കുറച്ച് നേരം കുസൃതിയൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഓഡിറ്റോറിയത്തിനകത്തോട്ട് വന്ന് പിന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ചർച്ചകൾ, അവരുടെ വിശേഷങ്ങളും അങ്ങോട്ടുള്ള വിശേഷങ്ങളും എന്തൊക്കെയാണാവോ കുറേയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും കാണാം ആസിഫ് പറയുന്നു ചെക്കനും പെണ്ണും കൂടെ തലകുത്തി തറയിൽ കിടക്കുന്നു. നോക്കിയപ്പോഴും അവരുടെ രണ്ടുപേരുടെ വെഡ്ഡിങ് കാർഡ് ചെയ്തു വെച്ചിരുന്നതായിരുന്നു കേട്ടോ. പിന്നെ അതിനെല്ലാം എടുത്ത് നൂത്ത് വെച്ചു. അതിനുശേഷം ഇക്കാടെ ഉമ്മയുടെ അനിയത്തിമാരെയൊക്കെ കണ്ടു. അങ്ങനെ അവരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നും അകത്തോട്ട് വന്നിരുന്നു കേട്ടോ. ഈ അകത്തോട്ട് വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചെക്കൻ്റെ പാർട്ടി ഇവിടെയാണ് നടക്കുന്നത്, റിസപ്ഷൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ നിന്ന് ചെറുക്കൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് അവിടെ പോയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നീട് പെൺകുട്ടിയാണെങ്കിൽ യാത്രയൊക്കെ പറഞ്ഞ് അവളുടെ ചിക്കൻ്റെ കൂടെ വീട്ടിലോട്ട് യാത്രയായി. ഒരു 4:30 മണിയായപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടി വണ്ടിയിലോട്ട് കയറി ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മറുവീട് കാണാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി. അതെല്ലാം കുടിച്ചും കൊണ്ട് നേരെ വീട്ടിനകത്തോട്ട് പ്രവേശിക്കുകയാണ്. പെൺകുട്ടിയെ ഒരുക്കുന്ന തിരക്കിലാണ് കുറേ പേര്. പിന്നെ ഇതാ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ്ങിലാണ്. അപ്പോൾ ഇതാ എല്ലാവരും നല്ല ലൈറ്റ് ബ്ലൂ കളറിലാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന മാഹിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് കേട്ടോ. ഇക്കാടെ അളിയൻ്റെ മോനാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് വീടെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ പിന്നെ മണ്ഡപത്തിലോട്ട് വന്നു. അപ്പം നമ്മളെ ഇത്തവണ മണ്ഡപത്തിൻ്റെ പുറകെ കൂടിയാണ് കേട്ടോ കൊണ്ടുവന്നത്. അതെന്താണെന്ന് വെച്ചാൽ റിസപ്ഷൻ മുകളിലത്തെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്, മിനി ഹാളിൽ. അങ്ങനെ നമ്മളെല്ലാവരും പുറകെ കൂടെ വന്നപ്പോഴത്തേക്ക് അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹന്നാക്കാണെങ്കിൽ പിന്നെ എവിടെ കണ്ടാലും അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കണം, ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കണം, അങ്ങനെ അവൾ നമ്മളെ ചുറ്റിച്ച് കളയും. അങ്ങനെ കുറേ അവൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ എല്ലാവരും കൂടെ ഇങ്ങനെ നിന്ന് വീഡിയോയൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ മണ്ഡപത്തിനകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട്. അകത്തോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ചായ കടി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ തന്നെ നമ്മൾ ചായയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസീനായിരുന്നു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാസറാക്കായെ കണ്ടു, വൈഫിനെ കണ്ടു. അങ്ങനെ എല്ലാവരെയും കണ്ടതിന് ശേഷം ചായ കുടിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും നല്ല ചൂട് കാബജി പൊരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂൾ ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ. അങ്ങനെ അതും എടുത്തുകൊണ്ട് വന്നു. നമ്മുടെ ഒരു ബജിയും എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ഫുഡെന്ന് കണ്ടാലോ. ബൊഫയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാവേ.
അങ്ങനെ ഈ ഇറച്ചിയും കറികളും ഒക്കെ ചേർത്തിട്ടുള്ള ഫുഡും എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ച് കഴിക്കുമ്പോഴാണ് ഇതും അവിടെ നാടൻ തട്ടുകട എന്നൊരു ബോർഡ് വെച്ചോണ്ട് ഒരു ഷോപ്പ് ഇരിക്കുന്നത്. അതിനകത്താണെങ്കിൽ നല്ല മസാല ദോശ, നെയ് റോസ്റ്റ്, സാമ്പാർ, ചമ്മന്തി, ചട്നി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഞാൻ കണ്ടിരുന്നെങ്കിൽ അതേ എടുക്കുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ നാത്തും പോയി എനിക്കത് വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ ഞാനും അവരും കൂടെ ഒരു പാത്രത്തിൽ തന്നെ അതെല്ലാം കഴിച്ചു. എല്ലാം കൂടെ കഴിച്ചപ്പോൾ വയറൊക്കെ വീത്തു കേട്ടോ. പിന്നെ വന്നൊന്നും കഴിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. അപ്പോൾ പുറത്തോട്ടെത്തിയപ്പോഴോ ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം. എനിക്കാണെങ്കിൽ ഈ ഗുലാബ് ജാമുൻ കണ്ടുകൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പഞ്ചസാരയിൽ മുക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും നാത്തോനും കൂടി ഐസ്ക്രീം മാത്രം വാങ്ങിക്കൊണ്ട് വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകാനായിട്ട് എല്ലാവരും ഇറങ്ങാറായപ്പോഴത്തേക്കും അവർ പറഞ്ഞു കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പോയാൽ മതി. അങ്ങനെ കേക്കെല്ലാം കൊണ്ടുവന്ന് വെച്ച് കേട്ടോ. അപ്പോൾ അതാണ് കേക്ക്. അങ്ങനെ എനിക്ക് ഈ പയ്യൻ്റെ വീട്ടിലെ ഈ ഡ്രസ് കോഡാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കേട്ടോ. ചെറുക്കനും പെണ്ണും മാത്രം ബ്ലാക്കും, ബാക്കി എല്ലാവരും നല്ല ലൈറ്റ് ബ്ലൂവിൽ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രസ്സ്, അതിനൊത്ത സാരികളും അതിനൊത്ത ചുരിദാറുകളും, ആൺകുട്ടികളാണെങ്കിൽ അതിനൊത്ത ഡ്രസ്സ് എല്ലാം കൂടെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. എല്ലാവരും എത്തിയതും പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു കുറ്റവും പറയാനില്ല. എല്ലാം സൂപ്പറായിരുന്നു. ഫുഡായിരുന്നാലും കല്യാണമായിരുന്നാലും എല്ലാം. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.